ഓം സർവശക്തി സ്വരൂപമേ നമഃ. എല്ലാ സജ്ജന സമൂഹത്തിനും സർവജനത്തിനും ഔഷധ സാഗരത്തിലേക്ക് സ്വാഗതം. രാഗാതിരോഗാൻ സതതാനുഷക്താൻ നശേഷകായ പ്രസൂധാനശേഷാൽ ഔത്സുഖ്യമോഹ അരിതിരാഞ്ജഹാനാം കപൂറവൈദ്യൈ നമസ്തു തസ്മൈ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ രാഗാതി രോഗങ്ങളായിട്ടുള്ള 3 ആണ്. രാഗാതി രോഗാൻ സതതാനുഷക്താൻ നശേഷകായ പ്രസൂത. അതായത് രാഗാതി രോഗങ്ങളായ കാമക്രോധ മോഹ മത മത്സര ഡംഭ അഹങ്കാരങ്ങൾ അങ്ങനെയുള്ള ഒരു വികാരത്തിനും അടിമപ്പെടാത്തതും രാഗാതി രോഗാൻ സതതാനുഷക്താൻ നശേഷകായ പ്രസൂ ശരീരത്തിനെ കുറിച്ചുള്ള ഒരഹംഭാവവും ഇല്ലാതെയും അങ്ങനെ ശരീരത്തിനെക്കൊണ്ടും മറ്റ് രതിമൂർച്ചയോടുകൂടിയുള്ള ആ ഒരു ശൈലിയിൽ അതിൽ അകപ്പെടാത്തതും അല്ലെങ്കിൽ അതിൽ അതിന് നിയന്ത്രണമുള്ളതുമായിട്ടുള്ള അപൂർവ വൈദ്യനെ ഞാൻ സ്മരിച്ചുകൊള്ളുന്നു ആണ് അതിൻ്റെ ആ പദ്യത്തിൻ്റെ അർത്ഥം. ഇന്ന് നമ്മൾ നമ്മുടെ ഔഷധ സാഗരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അൾസർ അല്ലെങ്കിൽ കുടൽപുണ്ണ് എന്ന് പറയുന്നതാണ്. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശാസ്ത്രീയമായിട്ടുള്ള ആയുർവേദത്തിൻ്റെ നിഷ്ഠയിൽ ആചാര്യം നിശ്ചയിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സപ്തമായി പച്ചിലയ്ക്കും പനിക്കും പൃഷ്ഠഭാഗവും പോക്കുമുണ്ടാം ചിലർക്കെന്നാൽ ഉണ്ടാം ജഡരവ്രണം എന്നാണ്. അതായത് സപ്തമായി പച്ചിലയ്ക്കും, അതായത് പച്ച നിറത്തിലുള്ള മലവായിരിക്കും. സപ്തമായി പച്ചിലയ്ക്കും പനിക്കും പൃഷ്ഠഭാഗം, നമ്മുടെ പൃഷ്ഠഭാഗം വെളിക്കിറങ്ങുന്ന സ്ഥലം നമുക്ക് ചൂടുണ്ടായിരിക്കും. അപ്പം പനിക്കും പൃഷ്ഠഭാഗവും ചിലർക്ക് അതിസാരം പോലെ പോയിക്കൊണ്ടിരിക്കും, ചിലർക്ക് പോകത്തില്ല. ആദ്യം ഉണ്ട പോലെ പോകും, പിന്നെ പക്കാവടയിൽ നീക്കുന്ന കണക്ക് പോകും, പിന്നെ കുടുകൂടാന്ന് പോകും. അപ്പോൾ ഈ ലക്ഷണങ്ങളും നെഞ്ചരിച്ചിലോ വയറ്റുവേദനയോ ഒക്കെ ഉള്ളവർക്ക് അൾസർ അല്ലെങ്കിൽ കുടൽപുണ്ണ് എന്ന് പറയുന്ന രോഗം ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇന്ന് ചികിത്സിക്കാവുന്ന ഒരു ചികിത്സാ മെത്തേഡാണ് നമ്മളിന്ന് പറഞ്ഞു തരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ കഴിക്കേണ്ടതായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെയുള്ളവർക്ക് ഈ ജഠരവ്രണം കൊണ്ട് പനി ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ മോര് കൊണ്ട് ധാരയാണ് പറയുന്നത്. തൈരല്ല, മോര് ഒഴിച്ചിട്ട് നമ്മുടെ ഇവിടെ ധാര കൂരുക എന്നതാണ് ആദ്യം. അപ്പോൾ ആ പനിക്ക് കുറവ് കിട്ടും. അല്ലാതെ നമ്മൾ മരുന്ന് കഴിച്ചാലും ആ പനിക്ക് കുറവ് കിട്ടാൻ സാധ്യത, അത് കുറഞ്ഞാലും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അതാണ് അൾസർ പനിക്ക് ഉള്ളൊരു കുഴപ്പം. പിന്നെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് അൾസർ ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു മരുന്നിനെ കുറിച്ചാണ്. അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി നിങ്ങൾക്കൊക്കെ ഇത് കണക്ക് കുടൽപുണ്ണുണ്ടാകുമ്പോൾ നിങ്ങൾ കഴിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ വയറ്റുവേദനയോ നെഞ്ചരിച്ചിലോ മാറാതെ വരുന്നുണ്ടെങ്കിൽ അത് കണക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിന് ഈ കുടൽപുണ്ണാണ് നിങ്ങൾ ബോധ്യപ്പെടുകയാണ് വേണ്ടത്. അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ നമ്മൾ അതിനുണ്ടാക്കാൻ വേണ്ടത് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടകപ്പാട എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. അതിൻ്റെ തൊലി എടുത്ത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഉണക്കി നന്നായിട്ട് പൊടിക്കണം. ആ കുടകപ്പാലയുടെ തൊലിയും അതുപോലെ തന്നെ പഞ്ചമൂലങ്ങൾ, അതായത് മഹത് പഞ്ചമൂലങ്ങൾ എന്ന് പറയുന്ന ഓരില വേര്, കുമ്പളം, കൂവളം, പാതിരി, പയ്യാനെന്ന മുഞ്ഞ എന്ന് പറയുന്നതിനകത്തുള്ള കുമ്പിളും അതുപോലെ തന്നെ താതിരിപ്പൂവും ഇതെല്ലാം കൂടെ ഇടിച്ച് അല്ലെങ്കിൽ അതെല്ലാം കൂടെ നന്നായി പൊടിച്ചരിച്ചെടുത്തിട്ട് അത് മുന്തിരിങ്ങ കഷായം ഉണ്ടാക്കി അതിനകത്ത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൾസറിന് ഒരു കുറവ് കിട്ടും. പിന്നെ ഒരു പൊടിയുണ്ട്, അത് ഞാൻ പറഞ്ഞേക്കാം. ഏലക്ക, ഇലവർങ്ങം, പച്ചില, നാഗപ്പൂ, ചുക്ക്, കുരുമുളക്, തിപ്പലി, അമുക്കുരം ഇവ ചേർന്നിട്ട് അത് ചേരുന്നതിന് സമം പഞ്ചസാരയും ചേർത്ത ഒരു പൊടി. ഈ രണ്ടും കൂടെ ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാം. ഇത് നിങ്ങളിങ്ങനെ കഴിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള അൾസറിൻ്റെ രോഗങ്ങളെല്ലാം മാറിക്കിട്ടും. ഇനി നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ ഒക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വൈദ്യശാലയുമായി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഈ പൊടിയും അത് കണക്ക് തന്നെ കുടജാതി ചൂർണം എന്ന് പറയുന്ന ഒരു 6 മരുന്നുകളും ചേർന്നിട്ടുള്ള ആ പൊടിയും നിങ്ങൾക്ക് തരിക. അങ്ങനെ നിങ്ങൾക്ക് അൾസർ അല്ലെ കുടൽപുണ്ണെന്ന് പറയുന്ന രോഗം നിങ്ങൾക്ക് മാറിക്കിട്ടാൻ നല്ലതാണ്. അതിന് നിങ്ങളെല്ലാവരും തനിയെ ഉണ്ടാക്കി കഴിക്കുക. ഇനി കിട്ടുന്നില്ല എങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ ഞാൻ പറയാം. അതായത് 99 61
87 62 95. അടുത്തൊരു നമ്പറും കൂടെ പറയാം, 62 38 49 76 07. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം. ഒത്തിരി പേർക്ക് തരാനുള്ളതില്ല, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. നമ്മൾ കുറേശ്ശേ ഉണ്ടാക്കി വെക്കാറുള്ളൂ. ഞങ്ങൾ തീർത്തും പാരമ്പര്യ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. അത് കാരണം പാരമ്പര്യ വൈദ്യനായതുകൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തിക കുറവായിരുന്നു, അതുകൊണ്ട് കുറേശ്ശേ ഉണ്ടാക്കി വെക്കാനൊക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.